നമ്മൾ ഒരു സോളാർ ഇൻസ്റ്റാൾ ചെയ്യുമ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അത്. അതായത് ഇവിടെ ഒരുപാട് കമ്പനീസ് റേറ്റ് കുറച്ച് സോളാർ ചെയ്യുന്നുണ്ട്. റേറ്റ് കുറച്ചെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ 10 വർഷം നിങ്ങൾക്ക് സർവീസ് തരണമെങ്കിൽ ഈ കമ്പനിയുടെ 10 വർഷം വേണ്ടേ? ഏതൊരു കമ്പനിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ ഏതൊരു കമ്പനിക്കും നിലനിൽപ്പുള്ളൂ. ഇവിടെ റേറ്റ് കുറച്ചുകൊണ്ട് താൽക്കാലിക ലാഭം നോക്കി സോളാർ ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ താൽക്കാലിക സെയിൽസിലെ ലാഭം മാത്രമാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് ഓർബിറ്റ് എനർജി എന്ന് പറയുന്നത് ഒരു പ്രീമിയം പ്രൊഡക്റ്റ് കസ്റ്റമർക്ക് കൊടുക്കുക, നല്ല സർവീസ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ മറ്റുള്ള കമ്പനീസ് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഞങ്ങൾ പ്രൈസ് കുറച്ച് കൂടുതലാണ് എന്നുള്ളത്. ബട്ട് അതിനുള്ള സർവീസ് ഓർബിറ്റ് എനർജി തരാൻ ബാധ്യസ്ഥനാണ്. ഇനിയിപ്പോൾ ഇൻവെർട്ടർ കംപ്ലൈൻറ്റ് ആയിക്കോട്ടെ, ഇൻവെർട്ടർ നിങ്ങളെ കത്തിപ്പോയി എന്ന് കരുതാം, ഞങ്ങളൊരു പുതിയ പ്രൊഡക്റ്റ് വെച്ച് നിങ്ങളെ സൈറ്റ് സ്വിച്ച് ഓൺ ചെയ്ത് വരുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന അഷുറൻസ്. ഇതൊക്കെയാണ് നമ്മൾ ഒരു കമ്പനീനെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യവും. നമുക്ക് എന്ത് അഡീഷണൽ ബെനിഫിറ്റ് ആണ്. ഇപ്പോൾ ഏതൊരു കമ്പനി ആയിക്കോട്ടെ, ഈ ഒരു കമ്പനി ഇപ്പോൾ ഓർബിറ്റ് എനർജി നിങ്ങൾ അസോസിയേറ്റ്, നിങ്ങൾക്ക് എന്താണ് അഡീഷണൽ ബെനിഫിറ്റ് മറ്റുള്ളൊരു കമ്പനിയിൽ നിന്നും അഡീഷണൽ ആയിട്ട് കിട്ടുന്നത് എന്നുള്ളത് മാത്രം. പിന്നെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പാനൽസ് ഒക്കെ മാത്രം ചെയ്യുന്ന കമ്പനികൾ, അല്ലെങ്കിൽ ആഫ്റ്റർ സർവീസ് കിട്ടുന്ന കമ്പനികൾ മാത്രം ചൂസ് ചെയ്യുക. താൽക്കാലിക ലാഭം നോക്കി പോകുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഇങ്ങനെ വരുന്ന സർവീസ് ഇഷ്യൂസൊക്കെ.